ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അസ്സഈദു മനിത്തഅല ബിഗൈരിഹി, സൗഭാഗ്യവാൻ എന്നാൽ മറ്റുള്ള ആളുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവനാണ്. മറ്റുള്ള ആളുകൾക്ക് വന്നു ഭവിച്ച മുസീബത്തുകളും അപകടങ്ങളും പ്രയാസങ്ങളും കണ്ട് അവനവൻ്റെ ജീവിതം നന്നാക്കുന്നവനാണ് സൗഭാഗ്യവാൻ, അവനാണ് ഭാഗ്യവാൻ, അവനാണ് ബുദ്ധിമാൻ. എന്നാൽ വശഖിയു, ദൗർഭാഗ്യവാൻ എന്നത് മനിത്തഅല ഗൈറുഹു ബിഹി, അവനെ കൊണ്ട് മറ്റുള്ളവർ പാഠം ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയുണ്ടായാൽ അവനാണ് ഭാഗ്യം കെട്ടുപോയവൻ. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് ഗുണപാഠമായി തീരേണ്ടതുണ്ടോ? നമ്മൾ പാപങ്ങളിൽ മുഴുകിയിട്ട് നമ്മിലേക്ക് വന്നു ഭവിക്കുന്ന മുസീബത്തുകൾ കണ്ടിട്ട് മറ്റുള്ളവർ പാഠം ഉൾക്കൊള്ളുക എന്നത് എത്ര മോശമായ കാര്യമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് സംഭവിച്ചു പോയ അദാബുകൾ, അവരിലേക്ക് ഇറങ്ങിയ മുസീബത്തുകൾ, അവർക്ക് വന്നു ഭവിച്ച പ്രയാസങ്ങൾ, അത് കണ്ടിട്ട് ഞാൻ നന്നാവണമല്ലോ, എൻ്റെ ജീവിതം ശരിയാക്കണമല്ലോ, ഞാൻ മരിച്ചു പോവേണ്ടതാണല്ലോ എന്ന് ചിന്തിക്കുക എന്നത് അതാണ് സൗഭാഗ്യത്തിൻ്റെ അടയാളം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അള്ളാഹു അദാബുകൾ, ശിക്ഷകൾ അയച്ചത്, ഇതുപോലെ ഓരോരുത്തരെയും പിടികൂടിയത് അവരിലെ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങാൻ വേണ്ടിയാണ്.